അത് ചോദിച്ചാൽ ഒന്നുകൂടെ സഹോദരിമാരുടെ ഭാഗത്ത് ഒരാൾ വായിക്കാമോ? 2 Peter chapter 1 verses 10 and 11 ഒന്ന് വായിച്ച സഹോദരിമാർ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. इस कारण हे भाइयों, अपने बुलाए जाने और चुन लिए जाने को सिद्ध करने का भली भांति यत्न करते जाओ. ഇവിടെ പത്രോസ് പറയുക, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവിൻ. और यहाँ पे पत्रोस कह रहे हैं आपके जो है बुलाए जाने और चुने जाने को सिद्ध करना है. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. और यदि आप ऐसा करोगे तो कभी ठोकर ना खाओगे, वरन इस रीति से तुम हमारे प्रभु और उद्धारकर्ता यीशु मसीह के अनंत राज्य में बड़े आदर के साथ प्रवेश करने पाओगे. ഇവിടെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയാൽ നിത്യരാജ്യത്തേക്ക് ആഴമായി കുതിക്കാൻ പറ്റും. और अगर आप अपने बुलाए जाने और चुने जाने को सिद्ध करते हो तो अनंत राज्य में आप प्रवेश करने पाओगे. നമുക്കൊക്കെ ഒരുപാട് വിടുതലിന്റെ സാക്ഷ്യങ്ങളും ദൈവസഭ ചെയ്ത പ്രാർത്ഥനയുടെയും ഫിനാൻഷ്യൽ സപ്പോർട്ടിന്റെയും ഒക്കെ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. और हम लोगों ने बहुत सारी गवाहियां सुनी कि परमेश्वर ने किस प्रकार छुड़ाया और आर्थिक रूप से किस प्रकार समृद्ध किया है. ദൈവമക്കൾ കൂടുന്നിടത്ത് ദൈവവചനം വേണം. और परमेश्वर के लोग जहाँ इकट्ठे होते हैं वहाँ परमेश्वर का वचन जरूरी है. ഇവിടെ തിരുവചനം പറയും നമ്മളൊരു യാത്രയിലാണ്, അല്ലേ? നമ്മളൊരു യാത്രയിലാണ്. और यहाँ पे प्रभु का वचन बताता है कि हम एक यात्रा में है. നമുക്കറിയാം, ലേഖനങ്ങൾ പഠിക്കുമ്പോൾ കപ്പൽ യാത്രയിൽ പോകുന്ന ഒരു യാത്ര നമുക്ക് കാണാൻ കഴിയും. और जब हम परमेश्वर के वचन को बताते हैं तो जहाजी यात्राओं के बारे में हम पढ़ते हैं. പൗലോസ് പറയുന്നത് നമ്മളൊരു ഓട്ടക്കളത്തിലാണ്, അതൊരു യാത്രയാണ്. और परमेश्वर भी बोलता है, परमेश्वर के उससे पौलुस बोलता है कि हम एक युद्ध की भूमि में हैं. നമ്മളൊരു ഓട്ടക്കളത്തിലാണ്, और दौड़ने के जो है एक दौड़ने वाली भूमि में है. അടുത്ത നിധി പറഞ്ഞ കറക്റ്റാണ്, നമ്മൾ എവിടെയാണ്? ഒരു യുദ്ധക്കളത്തിലാണ്. और हम एक युद्ध के क्षेत्र में हैं. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം തിരുവചനം പറയുക നമ്മൾ ഒരു കൃഷിക്കാരന് തുല്യമാണ്. और ये सब बताने के बाद परमेश्वर का वचन कहता है कि हम जो है एक किसान के समान खेत में हैं. നമ്മുടെ മേൽ കിടക്കുന്ന വിളി ഓർത്തോണം, നമ്മളൊരു യാത്രയിലാണ് ഇന്ന് പകൽ ഓർത്തോണം. और हमारे ऊपर जो बुलाहट है उसको पहचान ले कि हम एक यात्रा में हैं. ജീവിതത്തിൽ വലിയൊരു അബദ്ധത്തിന്റെ പേരിൽ, വലിയൊരു പാകപ്പിഴയുടെ പേരിൽ പത്രോസ് എഴുതിയ ഒരു ലേഖനത്തിന്റെ ഒരു വാക്യം ഇന്ന് പകൽ നാം വായിച്ചത്. और जीवन में एक बड़ी परेशानी, एक बड़ी समस्या में जब पत्रोस जूझ रहा था, उस अवस्था में ये वचन को लिखा है. പത്രോസിന്റെ ജീവിതത്തിൽ വലിയൊരു അബദ്ധം പറ്റി. और पत्रोस के जीवन में एक बहुत ही बड़ी दुर्घटना हुई. കൂടെ നടക്കേണ്ടവൻ ഇടക്കാലങ്ങൾ കൊണ്ട് ഇടറിപ്പോയി. और जो उसके साथ चलने वाले लोग होने थे वो लोग कुछ समय से डगमगा गए. കൂടെ നിന്ന് യേശുവിനോട് ചേർന്ന് നിൽക്കേണ്ടവൻ വഴിമധ്യേ പട്ടുപോയി. और जो परमेश्वर के साथ रहने वाले लोग जो है वो बीच रास्ते में छोड़ गए. അതാണ് 11ാമത്തെ വാക്യം വായിച്ചത്, നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകരുത്. इसलिए हमने 11वीं आयत में इस प्रकार पढ़ा कि तुम लोग ठोकर ना खाओ किसी भी समय. പത്രോസ് പറഞ്ഞു, ഞാൻ അറിയാതെ ഇടറിപ്പോയ ചില നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. और पत्रोस कहता है कि मेरे भी जाने अनजाने में मैंने ठोकर खाई है, ऐसा समय मेरे जीवन में रहा है. എന്റെ കർത്താവിന് ഒരുപാട് ഗുണം ചെയ്ത് ഞാൻ മുൻപോട്ട് പോയി, പക്ഷേ എന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഇടറിപ്പോയി. और मेरे परमेश्वर के लिए मैंने बहुत सारे गुण किए, लेकिन कई बार मेरी परिस्थितियों के वजह से मैंने ठोकर भी खाई है. എന്റെ പ്രാണനാഥന്റെ രണ്ട് കരവും കൈയും ചേർത്ത് കെട്ടി സ്തോത്രം ഗോൽഗോത്തയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നമേ വിസ്താരവേളയിൽ നിന്ന സമയത്ത് ഞാൻ അറിയാതെ ഒരു അബദ്ധത്തിൽ പോയി പെട്ടുപോയി. और जब मेरे प्राणनाथ के उद्धारकर्ता के हाथ और पैर बांधने के समय में जो है विस्तार भूमि में जाने से वहां पे मैंने ठोकर खाई है. അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ആ മുറിയുടെ വെളിയിൽ നിന്ന സമയത്ത് ഒരുപാട് പേര് അവിടെ തീ കൊള്ളുന്ന ഒരു തണുപ്പിന്റെ കാലാവസ്ഥയായിരുന്നു, തീ കൊള്ളുന്നത് കാണുവാൻ കഴിയും. और जब मैंने देखा प्रभु को ले जाने से पहले मैं वहां आंगन में जहां जो है लोग खड़े हुए थे वहां पे आग जलने का एक ऐसी परिस्थिति थी. ആ സാഹചര്യത്തിനോട് പത്രോസ് പറയുക, എനിക്ക് അവനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് പലതവണ എന്റെ യേശുവിനെ കുറ്റം വിധിക്കുവാനിടയായി. और उस समय लोगों के बीच में पतरस ने कई बार कि मैं यीशु को नहीं जानता,
ऐसे बोला और उसको उसकी पीड़ा हो रही है। ഇന്ന് പകൽ നിങ്ങളുടെ തലയിൽ ഞാൻ വന്ന് കൈവെക്കുന്നില്ല, ആത്മാവിൽ ഈ ദൂത് ഞാൻ ദൈവസഭയ്ക്ക് എറിഞ്ഞു തരികയാ. ഓർത്തോണം, ഇടറിപ്പോയ ചില നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിലും ഇല്ലേ? और आज मैं आप में से किसी के सर पे हाथ नहीं रखना चाहता, बल्कि ये आत्मा से कहना चाहता हूँ कि आपके जीवन में भी क्या ऐसी अवस्थाएं नहीं आई जब आप ठोकर खा गए। കർത്താവിനോട് ചേർന്നവന്റെ ശുശ്രൂഷയിൽ കൈത്താങ്ങലായി നിന്ന പത്രോസ് പറയുകയാ, ഞാൻ ഇടറിപ്പോയ ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. और परमेश्वर के साथ हाथ से हाथ मिलाता हुआ सुसमाचार फैलाता हुआ पतरस भी कहता है कि मेरे जीवन में भी ठोकर खाने की अवस्थाएं आई है। വാത്സല്യ സഹോദരന്മാരെ സഹോദരിമാരെ ചോദിക്കട്ടെ, നീ എത്ര ആത്മീകനായി ജീവിച്ചാലും, എത്ര ദൈവകൃപയിൽ മുൻപോട്ട് പോയാലും, എത്ര ശക്തമായി വചന ശുശ്രൂഷിച്ചാലും, ഏതെങ്കിലും മേഖലകളിൽ ഇടറിപ്പോയ അനുഭവങ്ങൾ ജീവിതത്തിലില്ലേ? और मैं प्यारे भाई बहनों से ये पूछना चाहता हूँ, आप चाहे कितने विश्वास के संग खड़े हो, कितने ही वचन से खड़े हुए होंगे, लेकिन आपके जीवन में भी ऐसी अवस्थाएं जरूर आई होंगी जब आपने ठोकर खाई। ഇന്ന് പകൽ കർത്താവ് നിന്നോട് വിരൽ ചൂണ്ടി പറയുക, നീ ഇടറിപ്പോയ മേഖലയെ മനസ്സിലാക്കിയാൽ നിന്നെ ഞാൻ എഴുന്നേൽപ്പിച്ചു നിർത്താൻ കഴിവുള്ള ദൈവമാണ്. और आज सुबह के समय प्रभु आपसे कहना चाहता है, अगर आपने अपने ठोकर खाए हुए स्थान में से उठकर परमेश्वर को महिमा दी है तो प्रभु आपको आगे अनुग्रहित करने जा रहा है। ഇന്ന് പകൽ അവരവരുടെ ജീവിതത്തോടൊന്ന് ചോദ്യചിഹ്നം ഇട്ട് നോക്കിക്കപ്പോ, ഞാൻ എവിടെയാണ് ക്ഷീണിച്ചത്, എവിടെയാണ് ഇടറിപ്പോയത്, എവിടെയാണ് മാറ്റങ്ങൾ വരേണ്ടത്? ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നെ വിവേചിക്കുന്ന പകലായി മാറും. और आज सुबह के समय आप सभी अपने आप से पूछे कि आपने कहाँ ठोकर खाई है, आप कहाँ थकित हो गए हैं। उस अवस्थाओं में भी आप उस अवस्थाओं को जान ले। പത്രോസ് പറയുക, ഞാൻ ഇടറിപ്പോയെങ്കിലും എനിക്ക് നിന്നോടൊന്ന് അടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്തു ചെയ്യും? और पतरस कह रहे हैं कि मैंने जरूर ठोकर खाई है, लेकिन फिर भी मैं आपसे जो है मिलना चाहता हूँ, उसके लिए मैं क्या करूँ? ഇന്ന് പകൽ ഓർത്തോ, നിനക്ക് രക്ഷപ്പെടാൻ ദൈവം ഒരു അവസരം തരും. और आज सुबह के समय इस बात को जान ले कि आपको बचना है तो प्रभु आपको एक अवसर देगा। സഹോദര സഹോദരി, മാനസാന്തരപ്പെടാൻ ഇന്ന് പകൽ ദൈവാത്മാവ് നിന്നോട് ദൂതറിയിക്കുകയാണ്. और भाई बहनों, परमेश्वर आपसे कहता है कि आपको मन फिराने का एक अवसर प्रभु ने दिया है। പത്രോസ് പറയുക, ദൈവം വായിച്ച വേദവചനം വായിപ്പാനിടയായിത്തുന്നു, വിളിയും, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. और इसी प्रकार यहाँ पे लिखा हुआ है, बुलाए जाने और चुने जाने को सिद्ध करे। ഇതെന്തുകൊണ്ടാ പത്രോസ് തന്നെ ഇത് എഴുതി വെച്ചത്? और ये पतरस ने ही ऐसा क्यों लिखा है? വിളി കേട്ടവനാ പത്രോസ്, क्योंकि पतरस बुलाया गया है, തിരഞ്ഞെടുക്കപ്പെട്ടവനാ പത്രോസ്. पतरस चुना गया है, പക്ഷെ അവൻ ഉറപ്പില്ലായിരുന്നു. लेकिन उसको सिद्ध करने का जो है, उसको जो पक्का नहीं था वो। നമ്മളൊക്കെ സ്നാനപ്പെട്ടവരാ, हम सभी ने बपतिस्मा लिया है, ദൈവനാമത്തിന് കൊടുക്കുന്നവരാ, परमेश्वर के नाम से हम देते हैं, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നവരാ, रविवार को प्रभु के भवन में आते हैं। ഇന്ന് പകൽ നിനക്ക് ഉറപ്പുണ്ടോ നിന്റെ വിളി എന്താണെന്നുള്ളത്? आज सुबह के समय क्या आप इस बात में दृढ़ है कि आपकी बुलाहट क्या है? ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടുമല്ല ഞാൻ ഈ സന്ദേശം കൈമാറുന്നത്. और यहाँ बैठे हुए सब लोगों से मैं ये संदेश को नहीं बताता। ഞാൻ ഈ മെസ്സേജ് എന്റെ മനസ്സിൽ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവമേ എന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാണോ? और मैंने जब इस संदेश को तैयार किया तो मैंने अपने आप से भी प्रभु से पूछा, क्या मैं बुलाए जाने और सिद्ध जाने में स्थिर हूँ क्या? പ്രസംഗിക്കാൻ ആരെയും കൊണ്ടും പറ്റും, कोई भी जो है प्रचार कर सकता പാടാൻ है, ആരെയും കൊണ്ടും പറ്റും, कोई भी गीत को गा सकता है, കൈയടിക്കാൻ ആരെയും കൊണ്ടും പറ്റും, कोई भी ताली बजा सकता है, ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ ആരെയും കൊണ്ടും പറ്റും. कोई भी जो है जो इंस्ट्रूमेंट बजा सकता है। പത്രോസ് പറയും, ഞാൻ ഇടറിപ്പോയൊരു നിമിഷം എന്റെ ജീവിതത്തിലുണ്ടപ്പോ എന്നെ അതിൽ നിന്ന് കരകയറ്റണമേ. അതുകൊണ്ട് ദൈവസഭയോട് പറയുക, നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കിക്കണം. और यहाँ पे पतरस कहता है कि परमेश्वर, मैंने भी ठोकर खाई है, लेकिन मुझे भी आप खड़ा कर दो। इसलिए प्रभु परमेश्वर की कलीसिया से कहता है कि आप भी अपने बुलाए जाने और चुने जाने को स्थिर करें। ഇന്ന് പകൽ നിന്റെ കണ്ണ് നടച്ച് ദൈവത്തോട് പറഞ്ഞപ്പോ, എല്ലാ കണ്ണുകളും നടയട്ടെ. കർത്താവിനോട് പറഞ്ഞപ്പോ, എന്റെ വിളി എന്താണ്, എന്റെ തിരഞ്ഞെടുപ്പ് എന്താണെന്നുള്ളത് ഈ സഭായോഗം കഴിയുന്നതിന് മുന്നമേ ദൈവം എന്റെ ജീവിതത്തിൽ ഒന്ന് സീൽ ചെയ്യണമെന്ന് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. और आप सभी आंखें बंद करके आज सुबह के समय इस प्रकार परमेश्वर से प्रार्थना करें कि ये कलीसिया समाप्त होने से पहले परमेश्वर आप मुझे बताएं मेरी बुलाहट और मेरे चुने जाने का सिद्धांत क्या है। മാതാവേ, പിതാവേ, നിന്റെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാകണമെങ്കിൽ നിന്റെ
നിന്റെ തലമുറകളുടെ മേൽ അത് വ്യാപരിക്കുവാൻ തുടങ്ങും. और माता पिता अगर आपके बुलाए जाने का जो है स्थिरता होनी है तो आपकी पीढ़ी के ऊपर भी ये होना चाहिए. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാകണമെങ്കിൽ നീ ദൈവനാമത്തിന് കൊടുക്കുന്നത് പറയേണ്ട ആവശ്യമില്ല. और जो है आपके बुलाए जाने और चुना जाना सिद्ध होना है तो आप परमेश्वर के नाम से जो दे रहे हो उसे बताने की आवश्यकता नहीं നിന്റെ है. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാകണമെങ്കിൽ ദശാംശം കൊടുക്കാൻ പറയേണ്ട ആവശ്യമില്ല. और आपका बुलाए जाना चुने जाना स्थिर है तो आपको दशांश देना है करके बोलने की आवश्यकता नहीं നിന്റെ है. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെങ്കിൽ സഭായോഗം മുടക്കരുതെന്ന് പറയേണ്ട ആവശ്യമില്ല. और आपका बुलाए जाना चुने जाना सिद्ध है तो परमेश्वर की कलीसिया को जो है रोक लगाए ऐसे बोलने की आवश्यकता नहीं है. പത്രോസ് ഈ ഭാഗം എഴുതുമ്പോൾ അവന്റെ കൈകൾ കിടന്ന് വിറയ്ക്കുകയാണ്. और पत्रस जब इस अध्याय को लिख रहा था तो उसके हाथ कांप रहे थे. 10ാമത്തെ വചനത്തിൽ അതുകൊണ്ട് സഹോദരന്മാരെ എന്നുള്ള വിളി കഴിഞ്ഞൊരു കോമ ഇടുകയാണ്. और इसलिए उसने यहाँ लिखा है इस कारण हे भाइयों के बाद एक वहां पे कॉमा लगाया हुआ है. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുതെന്ന് ആ കോമായിക്കകത്തുണ്ട്. और पत्रस यही बताना चाहता है कि जो मेरे साथ हुआ वो आप भी ऐसे ठोकर ना खाए. ये कॉमा उसी का जो है वो बताना चाह रहा എനിക്ക് है. പറ്റിയ വീഴ്ച നിനക്കുണ്ടാകരുതെന്ന് ആ കോമയുടെ അകത്തുണ്ട്. और कॉमा में यही बता रहा है कि मेरे को जो ठोकर मैंने जो खाई है वो आपके साथ ना हो ऐसा. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക, എന്നിട്ട് അധികം ശ്രമിക്കണം. और आपके बुलाए जाने और चुने जाने को सिद्ध करे और भली भांति यत्न करते जाओ. എന്താണ് ഉറപ്പ് വന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് വന്ന ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. 2 Corinthians chapter 1 verse 26. Jaron, read 1 Corinthians chapter 1 verse 26. വായിച്ചേ, ജെറോൺ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. ആദ്യം ഇത് ഹിന്ദി വായിച്ചു. हे भाइयों, अपने बुलाए जाने को तो सोचो कि ना शरीर के अनुसार बहुत ज्ञानवान और ना बहुत सामर्थी और ना बहुत कुलीन बुलाए गए, परंतु परमेश्वर ने जगत के मूर्खों को चुन लिया कि ज्ञानवानों को लज्जित करे, और परमेश्वर ने जगत के निर्बलों को चुन लिया. റീഡ് ജെറോൺ 26. No, 28 also. 28. മതി. ഓക്കെ, ശ്രദ്ധിക്കണം. പത്രോസ് പറയുക, ഒന്ന്, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കാൻ അധികം ശ്രമിക്കണം. और पत्रस बताता है कि आपके बुलाए जाने और चुने जाने को आप यत्न से भली भांति प्रयत्न करें. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് കണ്ടോ, ഇവിടെ പൗലോസ് പറയുന്ന സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ ഒന്ന് നോക്കണം. और लेकिन यहाँ पे पौलुस बोलता है अपने बुलाए जाने को तो सोचो. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി കഴിഞ്ഞ് അതിലേക്കൊന്ന് നോക്കണമെന്ന്. और जो है आपके बुलाए जाने चुने जाने को सिद्ध करने के बाद आपके बुलाए जाने के लिए आपको सोचना है. അതിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ക്വാളിറ്റി പിടി കിട്ടുന്നത്. और उसकी तरफ जब हम अपनी दृष्टि लगाएंगे तो हम अपनी योग्यता को जो है भाप पाएंगे. നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. और यहाँ पे लिखा हुआ है आपके बुलाए जाने को तो सोचो. ലോകാഭിപ്രായം പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല. और जो है संसार में ना तो ज्यादा ज्ञानवान है, ना ही सामर्थी, ना ही कुलीन. ഇന്ന് പകൽ ഓർത്തോ, വിളി പ്രാപിച്ച ദൈവ പൈതലെ, നിന്നെ തന്നെ നീ നോക്കിയാൽ എന്തിനു നീ പ്രശംസിക്കണം? और आप बुलाए जाने वाले लोग अपने आप को ही देख लेंगे तो आपको क्या ऐसी योग्यता है कि आपको प्रसन्न होने की जरूरत है. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. और ज्ञानवानों को लज्जित करे इसलिए परमेश्वर ने मूर्खों को चुन लिया है. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. और जो है बलवानों को लज्जित करने के लिए परमेश्वर ने
ने जो है जगत के निर्बलों को चुन लिया। ഇന്ന് പകൽ ഞാനും എന്റെയും നിങ്ങളുടെയും വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയാൽ അതിലേക്ക് നോക്കുമ്പോൾ പിടികിട്ടും എന്റെ ദൈവമേ എന്റെ പോഷത്തരം എന്താണെന്നുള്ളത്. और आज आप अपने जो है आपकी बुलाहट को और आपके चुने जाने को आप देखेंगे तो आप भाप पाएंगे कि आपकी मूर्खता क्या है। ഇന്ന് പകൽ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ വിരലുകൾ ചൂണ്ടുവാൻ ദൈവം ഇടയാക്കട്ടെ. और आज सुबह के समय परमेश्वर उन स्थितियों पे जो है आपकी दृष्टि को लगाए। ദൈവം വ്യത്യസ്ത നിലകളിൽ പലരെയും വിളിച്ചു. परमेश्वर ने व्यक्तिगत रूप पे अलग अलग रीति से लोगों को बुलाया। പത്രോസിനെ വിളിച്ചു, അത് നാം കേട്ടു. പൗലോസിനെ വിളിച്ചത് ചുരുക്കമായി നാം പറഞ്ഞു. നോഹയെ ദൈവം വിളിച്ചു. और पतरस को परमेश्वर ने बुलाया, पौलुस को हमने जो है देखा कैसे बुलाया, और नोहा को भी परमेश्वर ने बुलाया। നോഹയെ വിളിച്ചിട്ട് പറയുക, ജലപ്രളയത്തിൽ നിന്നും ഈ ന്യായവിധിയിൽ നിന്നും ജനത്തെ വിടുവിക്കാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. और नूह को जब परमेश्वर ने जो है चुना और बुलाया, उसने कहा कि परमेश्वर के न्याय से छुड़ाने के लिए लोगों के लिए मैंने तुझे चुना है। ഓർത്തോണം, പത്രോസിനെ തിരഞ്ഞെടുത്തത് അവന്റെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കി അവൻ തിരഞ്ഞെടുപ്പിലേക്ക് വന്നു. പൗലോസ് തൻ്റെ വിളിയും തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുവാൻ തുടങ്ങി ആരായിരുന്നുവെന്ന്. നോഹയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നോഹയെ ദൈവം തിരഞ്ഞെടുത്തത് വലിയൊരു ജലപ്രളയത്തിൽ നിന്നൊരു സമൂഹത്തെ വിടുവിക്കാൻ വേണ്ടിയാണ്. और जब पतरस को परमेश्वर ने चुना तो परमेश्वर ने इसलिए उसे चुना ताकि वो अपनी कमजोरियों का पता लगा पाए। पौलुस को जब उसने चुना तो उसने अपने जो है बुलाए जाने को सोचा, और नोहा को जब परमेश्वर ने बुलाया तो बहुत ही बड़ी प्रजा को जल प्रलय से बचाने के लिए उसको नियुक्त किया। കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. ഓരോരുത്തരുടെ മേൽ കിടക്കുന്ന വിളി വ്യത്യസ്തമാണ്. और सभी लोगों के जो आपके ऊपर बुलाहट है अलग अलग है। ഹാനോക്കിനെ ദൈവം തെരഞ്ഞെടുത്തു. हानोक को परमेश्वर ने चुना। എന്തിനാ തെരഞ്ഞെടുത്തതെന്ന് അറിയാമോ? और क्यों उन्हें चुना गया കൂടെ था? നടക്കാൻ കഴിവില്ലാത്തവരെ കൈപിടിച്ച് എന്റെ ദൈവത്തോട് കൂടെ നടക്കാൻ ദൈവ ഹാനോക്കിനെ തെരഞ്ഞെടുത്തു. और जो साथ चलने के काबिल नहीं है ऐसे आमेन। लोगों को हाथ पकड़कर परमेश्वर के संग चलाने के लिए प्रभु ने हानोक को चुन लिया। നോഹയെ തെരഞ്ഞെടുത്തു ന്യായവിധിയിൽ നിന്നും ഒരു കൂട്ടം ജനത്തെ വിടുവിക്കാനാണെങ്കിൽ ഹാനോക്കിനെ തെരഞ്ഞെടുത്തത് വിടുവിച്ച ദൈവമക്കളെയും കൊണ്ട് ദൈവത്തോട് കൂടെ നടക്കാനാ. और नूहा आमेन। को नूह को इसलिए परमेश्वर ने सबल छुड़ाया हदुद ताकि बहुत एक बड़ी जाति को जो है जल प्रलय से बचा पाए। उसी समय जो है हानोक को इसलिए चुना गया ताकि जो बुलाए हुए लोग हैं उनको पकड़कर प्रभु के साथ चलने के തെരഞ്ഞെടുപ്പ് लिए। കണ്ട ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ചു തെരഞ്ഞെടുത്തു. और अब्राहम को भी जो है प्रभु के लोगों परमेश्वर ने चुना। എന്തിനാണെന്നറിയാം അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തത്? और किस लिए अब्राहम को परमेश्वर ने चुना है? വിശുദ്ധിയോടെ വിശ്വാസത്തിന് വേണ്ടി ചില സന്തതികളെ പണിതെടുക്കാൻ ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. और पवित्रता से परमेश्वर के लिए अनेक संतानों को जो बनाने के लिए अब्राहम को चुन लिया। ഞാൻ എന്റെ സന്ദേശം ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. और यहाँ पे मैं अपने संदेश को जो है खत्म करना चाहता हूँ। പറയുന്ന വചനം കണ്ടോ, എന്തിനാണ് കർത്താവേ ഞാൻ ഇടറിപ്പോയെന്ന് ഇന്ന് എനിക്ക് പിടികിട്ടുന്നുണ്ട്. और वचन में क्या बोल रहा है पत्रोस कि मैं आज जान पाया कि मैंने ठोकर किस कारण खाई। പത്രോസിന്റെ പേര് ശിമോൻ എന്ന് പറയുന്ന ഒരു പേര് പത്രോസിനുണ്ടായിരുന്നു. और पत्रुस का शिमोन नाम का उसका नाम था। ശിമോൻ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഞാങ്ങണ എന്നാ. ഞാങ്ങണ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന ഒരു ചെടി എന്നുള്ള അർത്ഥമാണ്. और जो है शिमोन नाम के अर्थ ऐसा एक पौधा है जो इधर उधर डगमगाता है। എന്റെ കർത്താവ് അവനെ അടുത്തോട്ട് വിളിച്ച് തെരഞ്ഞെടുത്തതിന് ശേഷം അവന്റെ പേര് പീറ്റർ എന്നാക്കി മാറ്റി. और जब मेरे यीशु मसीह ने उसे चुना तो उसको बुलाकर उसका नाम पत्रस रख दिया। പത്രോസ് എന്ന വാക്കിനർത്ഥം ഉറപ്പുള്ള പാറ എന്നാ. और पत्रस का मतलब है दृढ़ एक चट्टान। ഉടനെ മുഴങ്കാലിരുന്ന് പത്രോസ് ദൈവത്തോട് ചോദ്യം ചോദിച്ചപ്പാ, എന്റെ ഞാങ്ങണ എന്നുള്ള ആ പേര് മാറ്റി എന്നെ എന്തിനാണ് പാറ എന്ന് നീ പേരിട്ടത്? और तब पत्रस ने परमेश्वर से पूछा, मेरा जो ऐसे डगमगाने वाले पौधे के नाम का अर्थ था उसको हटाकर प्रभु आपने दृढ़ चट्टान मुझे क्यों कर दिया? യേശുനാഥൻ അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയാമോ? और मेरे प्रभु यीशु मसीह ने उसको जो है साथ में लेकर क्या बोला है? ഇന്നലെ നീ പ്രശ്നങ്ങളിൽ ആടി ഉലയുന്ന
അല്ലയോ ഇടറിപ്പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ നീ ഒരു ഉറപ്പുള്ള പാറയായി മാറണം. और पिछले दिनों तेरा ऐसा हालेलुया। स्वभाव था कि परिस्थितियों में तू शबलहदरा डगमगा जाता बस्याता। था, लेकिन आने वाले समय में तुझे एक എല്ലാ दृढ़ കണ്ണുകളും ദൈവസ്ഥലം चट्टान അടയട്ടെ. रूपी होना है। ഇന്ന് പകൽ കർത്താവെ ആടി ഉലയുന്ന ഇടറിപ്പോകുന്ന എന്റെ സ്വഭാവത്തിൽ നിന്നും और आज सुबह के समय मेरे डगमगाने के स्वभाव से प्रभु जी ഒരു ആലയത്തിന് അടിത്തറ ഉറപ്പിക്കുന്ന ഒരു പാറയിലേക്ക് പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ और एक कलीसिया को दृढ़ ओ रबा करने वाले शतला। एक जो है चट्टान रूपी पतरस को प्रभु ने अगर खड़ा किया है तो നിന്റെ മേൽ ഞാൻ ഒരു താക്കോൽ ഫലമേൽപ്പിക്കും. और तेरे हाथ में मैं एक कुंजी दे दूंगा। ഈ താക്കോൽ എന്തിനാ നിനക്ക് ഞാൻ തരുന്നതെന്ന് അറിയാമോ? और ये चाबी मैं क्यों तुझे दे देता हूँ? ഒരു കാലത്ത് പീഡനം സഭയ്ക്കെതിരെ വരുമ്പോൾ നിന്നെ ഹെരോദ്യ രാജാവ് നിന്നെ അടച്ചിടാൻ സാധ്യതയുണ്ട്. और जब पीड़ाएं जो है कलीसिया में एक समय पे आएगी तो हेरोदय राजा तुझे जो है जेल में बंद कर देगा। നീ ആ കാരാഗ്രഹത്തിൽ നിന്നും ഓരോ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ ഞാൻ നിന്റെ കയ്യിൽ ഒരു താക്കോൽ തരൂ. और उस जेल में से एक शिबाला दरवाजा हथरा खोल कर तुझे जेल में से बाहर आना है। പത്രോസ് ആ താക്കോലുകൾ കൈകളിൽ പിടിച്ചുകൊണ്ട് കുലുക്കിക്കൊണ്ട് പറയുകയോ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. और जो है पतरस उस चाबी शियाधरा, को हाथ में रबतुरियाधरा। लिए हुए हिलाकर बोलता है कि हे भाइयों, आपके Jesus। बुलाए जाने और चुने जाने को जो है आप सिद्ध करें। ഇന്ന് പകരം ഇതിനകത്തിരിക്കുന്നവരുടെ കയ്യിലെല്ലാം ദൈവം ഒരു താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ട്. और आज सुबह के समय यहाँ बैठे हुए सभी के हाथ में परमेश्वर ने एक चाबी को दे दिया ഈ है താക്കോലിന്റെ പേര് പ്രാർത്ഥന എന്നുള്ളത്. और उस चाबी का जो नाम है वो है प्रार्थना। പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് കയറ്റിയിട്ട് കൂടെ തുറന്നു കൊടുത്തേ. और अगर आपके जीवन में परिस्थितियां अनुकूल नहीं होंगी तो ഏതടയപ്പെട്ട വാതിലും എന്റെ പ്രാണനാഥൻ തന്ന താക്കോലുകൾ കൊണ്ട് നിനക്ക് തുറക്കാൻ പറ്റും. और कोई भी बंद दरवाजा परमेश्वर ने Holy जो Spirit। प्रार्थना रूपी चाबी के रूप में आपको दिया है उससे आप खोल पाएंगे। എന്റെ കർത്താവ് അവനോട് പറയുക, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പായെങ്കിൽ നീ ഉപേക്ഷിച്ച വല ഇനി ചെങ്കടലിലേക്ക് വലിച്ചെറിഞ്ഞോ. നിന്റെ വല നിറയെ മത്സ്യം. Oh, receive the presence of God. Rimana hatala sandala balavaturi. Adana galiyadana boshatarabano. ഇന്ന് പകൽ ഏതു മേഖല അടയപ്പെട്ടോ, ഏതു മേഖല തകർന്നോ, ഏതു മേഖല ശൂന്യമായോ, നിന്റെ പക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ്. और परमेश्वर जिस ओ स्थान राबा में आप शेथालबा छूने का धुराबाला है, हथुराबा. उसमें परमेश्वर आपको എല്ലാ चुन ദൈവമക്കളും लेगा। കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചു തുടങ്ങിക്കേ. എന്റെ മേൽ കിടക്കുന്ന ദർശനം, എന്റെ മേൽ കിടക്കുന്ന കാഴ്ചപ്പാട്, എന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഒരു തലമുറയുടെ മനുവിലല്ല. നിന്റെ മേൽ കിടക്കുന്ന തെരഞ്ഞെടുപ്പ്, നിന്റെ മേൽ കിടക്കുന്ന വിളി, നിന്റെ മേൽ കിടക്കുന്ന ആദരവ് എന്റെ ദൈവം പറയുകയോ, നിനക്ക് ഞാനൊരു താക്കോല് തരാം. പ്രശ്നങ്ങളെ തുറന്നു കയറാൻ, പ്രതികൂലങ്ങളെ തുറന്നു കയറാൻ, വേദനകളെ തുറന്നു കയറാൻ, രോഗത്തെ തുറന്നു കയറാൻ നിന്റെ മക്കൾ ഈ സഭായോഗത്തിൽ ഞാനൊരു താക്കോൽ നൽകുകയോ. യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷയുടെ താക്കോൽ എന്റെ ദൈവം കൈമാറുകയോ, ആരാധനയുടെ താക്കോൽ എന്റെ ദൈവം കൈമാറുകയോ, വിടുതലിന്റെ താക്കോൽ എന്റെ ദൈവം കൈമാറുകയോ. ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുകയോ, ഞങ്ങളങ്ങ് ആരാധിക്കുകയോ. ഇന്ന് പകല സാന്നിധ്യത്തിലേക്ക് നാവുകൾ തുറന്ന് അന്യഭാഷയോടെ, ആദരവോടെ, ദൈവകൃപയോടെ, ദൈവ സാന്നിധ്യത്തോടെ രോഗം മാറട്ടെ. രോഗം പൂട്ടുന്ന താക്കോൽ, രോഗത്തെ അഴിച്ചു മാറ്റുന്ന താക്കോൽ, ഹല്ലേലൂയ, നിന്റെ കടഭാരത്തെ മാറ്റുന്ന താക്കോൽ, ഇതിന്റെ ഭാവിക്കെതിരെ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ, നിന്റെ നന്മയ്ക്കെതിരെ പൂട്ടിക്കിടക്കുന്ന പൂട്ട് യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് തുറന്നു മാറ്റട്ടെ.